ഹായ്, ഇന്നില്ല എൻ്റെ സ്കൂളിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. പിന്നെ ഇപ്പം നമുക്ക് സമ്മർ വെക്കേഷനാണ് തുടങ്ങുന്നത്. ഇന്ത്യയിലെ പോലത്തല്ല. പിന്നെ നമുക്കില്ല 1ാം ക്ലാസ് 5ാം ക്ലാസ് വരെ ഓരോ ടീച്ചർ തന്നെയാണ്, ഓരോ സ്റ്റുഡൻസ് ഓരോ ടീച്ചർ തന്നെയാണ്. പിന്നെ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒത്തിരി അറ്റാച്ച്മെൻ്റ് ആയി. ഞാനിപ്പോൾ എലിമെൻ്ററി സ്കൂളാണ് തീർത്തത്. ഇപ്പോൾ ഞാൻ ഈ വർഷം അടുത്ത വർഷം ഞാനിപ്പം വേറെ സ്കൂളിലാണ് പോകുന്നത്, സെക്കൻഡറി അല്ലെങ്കിൽ മീഡിയം സ്കൂളിൽ. ഇന്നില്ല നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ടീച്ചർമാർ നമ്മളിനെ പുറത്ത് കൊണ്ടുപോയി ഒരു ഐസ്ക്രീം കഴിച്ചു. പിന്നെ അങ്ങനെ നമ്മൾക്ക് ഇച്ചിരി ഗിഫ്റ്റുകൾ തന്നു. ഇതൊക്കെ ഉണ്ടോ, ഇച്ചിരി ഗെയിംസ്. പിന്നെ അവൾ തന്നൊരു പോയം. കോവിഡ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇച്ചൂടെ നന്നായിട്ട് ആഘോഷിച്ചാണ്. ആഘോഷിച്ചേനെ കുഴപ്പമില്ല. എനിക്ക് സ്കൂളിൽ പോകാൻ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഈ വീഡിയോക്കകത്ത് ഇന്ന് പറയാൻ പോവാണ് നമ്മളുടെ ഈ വർഷത്തെ സ്കൂള് എങ്ങനെയാ ചെയ്തത് പറയാൻ പോകുന്നു. ആദ്യം കൊറോണ വന്ന സമയത്തിൽ ഫെബ്രുവരി പിന്നെ മാർച്ചിനകത്തായിരുന്നു. അപ്പോഴേക്ക് നമ്മൾ ഒത്തിരി പേടിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഇതുവരെ സിസിലിൽ അല്ലെങ്കിൽ സുഡ് ഇറ്റലിയിൽ ഇതുവരെ ഒന്നും വന്നില്ലായിരുന്നു. നോർത്ത് ഇറ്റലിയിലായിരുന്നു ഫുള്ള്. അതുകൊണ്ട് നമ്മളെപ്പോഴും പെട്ടാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് ആക്കി. നമ്മളുടെ നോർമൽ എല്ലാം പോയി എന്നുവെച്ചാൽ മാറിപ്പോയി. അവിടെ തന്നെ അത് കഴിഞ്ഞിട്ട് ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് സമ്മറിൽ നന്ന കാര്യത്തിന് എൻ്റെ ടീച്ചർ ഒരു പുറത്ത് പോയി നമ്മൾ അടുക്കത്ത് ഒരു ഐസ്ക്രീം എടുത്തായിരുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും ഒത്തിരി സങ്കടമായിട്ടിരിക്കുമായിരുന്നു ഈ സ്കൂളിലായത്. ഓൺലൈൻ ക്ലാസ് വേണ്ടായിരുന്നു, ഒട്ടും വേണ്ടായിരുന്നു. അത് നമ്മളുടെ വലിയ ആഗ്രഹമായിരുന്നു സ്കൂളിൽ എങ്ങനെയെങ്കിലും തിരിച്ചു കയറാൻ. ഇറ്റലിയിലില്ലേ സ്കൂള് തുറക്കാൻ നിർബന്ധമായിരുന്നു. അത് നമ്മളുടെ നെക്സ്റ്റ് ഇയറിൽ നെക്സ്റ്റ് ഇയർ തുറക്കുമെന്ന് അവിടെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അപ്പോഴേക്ക് സമ്മറിൽ എല്ലാ പ്രിപ്പറേഷൻ ആയിരുന്നു സ്കൂളിൻ്റെ, നമുക്ക് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. സെപ്റ്റംബറിലാണ് നമ്മളുടെ സ്കൂൾ തുറക്കണേ. പിന്നെ അപ്പോഴേക്ക് നമ്മൾ ഭയങ്കര കൺഫ്യൂഷനകത്തിരിക്കുമായിരുന്നു. നമ്മൾ എങ്ങനെ സ്കൂള് തുറക്കണേ, എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ പല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. നമ്മളുടെ ഈ കുഞ്ഞു സീറ്റിൽ കോവിഡ് കൂടിയപ്പം ആണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് ചെയ്തത്. പക്ഷെ ആ ഓൺലൈൻ ക്ലാസ് 2 വീക്സ് മാത്രം ചെയ്തുള്ളൂ. പിന്നെ അടുക്കത്തെ ഫുൾ ടൈം പ്രസൻസിലായിരുന്നു. നമ്മളുടെ ടീച്ചർമാർ സ്കൂൾ തുടങ്ങാൻ ആദ്യം നമ്മൾ ട്രെയിനിങ് തന്നായിരുന്നു. എല്ലാവർക്കും ഒരു ഹൈജീനിക് കിറ്റ് വേണം. ഇതിനകത്തേക്ക് സാനിറ്റൈസർ, നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ പേപ്പർ എങ്ങനെ പറഞ്ഞ ഫെസിലിറ്റീന് ഫേസ് ടിഷ്യൂസ് ഓക്കെ, ഫേസ് ടിഷ്യൂസ് അടക്കത്തെ ഒരു നമ്മളുടെ ടവൽ കൈ കഴുകാൻ ഇങ്ങനായിട്ട് പേഴ്സണൽ എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക്. വേറൊരു മാസ്ക് ഇൻ കേസ് നമ്മളുടെ മാസ്ക് പൊത്തിപ്പോയി എന്തെങ്കിലും പറ്റിയാണ്. അതുകൊണ്ട് ഈ ഒരു ഹൈജീനിക് കിറ്റ്. മുമ്പ് സ്കൂളിൽ നമുക്കൊരു പെൻസിൽ അല്ലെങ്കിൽ ഒരു കളർ ഇല്ലെങ്കിൽ, പൊത്തിപ്പോയെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയെങ്കിൽ നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സ് അടുത്ത് അല്ലെങ്കിൽ നമ്മളുടെ ടീച്ചർ അടുത്ത് ചോദിക്കാൻ പറ്റുമായിരുന്നു. ഈ വർഷം പക്ഷെ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു എക്സ്ട്രാ കാര്യങ്ങൾ വയ്ക്കാന്ന് വെച്ചാൽ പുതിയ വേറൊരു ഗ്ലൂ, വേറൊരു പെൻസിൽ, വേറെ കളേഴ്സ്, വേറെ ഷാർപ്പനർ, വേറെ റബ്ബർ, അങ്ങനെ. ഇതാണ് എൻ്റെ എക്സ്ട്രാ ഉള്ള ഇത് എന്തൊരു പേഴ്സ് പോലത്തെ പറയാം എന്ന് വെച്ചാൽ നമ്മളുടെ പെൻസിൽ കേസ് ഉള്ള എല്ലാ സാധനങ്ങളും എക്സ്ട്രാ. ഇതാണ് എൻ്റെ പെൻസിൽ കേസ്. പിന്നെ ഇതിനകത്തേക്കുള്ള എല്ലാ എക്സ്ട്രാ കാര്യങ്ങൾ ഇതിനകത്തേക്കുണ്ട്. മുമ്പൊക്കെ നമ്മളുടെ എല്ലാ ക്ലാസ് സ്കൂളിലെ എൻട്രൻസ് എല്ലാവരും ഒരുമിച്ചിൽ എല്ലാം കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ വർഷം പക്ഷെ 3 ഗേറ്റ് ഉണ്ട്. ആ 3 ഗേറ്റിനകത്ത് 3 എൻട്രൻസ് ഡിഫറെൻ്റ് ഉണ്ട്. എന്നുവെച്ചാൽ ഞാനില്ല ഒരു 8 മണിക്കാണ് എൻ്റെ ക്ലാസ് കയറാൻ തുടങ്ങിയത്. അതേ സമയം എൻ്റെ സിസ്റ്റർ വിക്ടോറിയ അവൾ 8:10 കയറുന്നത്. പിന്നെ ഇറങ്ങണേ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട്. വിക്ടോറിയ ഒരു 12:40 ഇറങ്ങും. ഞാൻ 1 മണിയാകുമ്പോൾ
പണ്ട് നമ്മളുടെ ഫുഡ് നമ്മളുടെ സ്നാക്സ് എപ്പോഴും നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഈ വർഷം നമ്മൾ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓരോ ഫുഡ് അവൻ്റെ ഓരോരുത്തരും അവൻ്റെ ഫുഡ് തന്നെ അങ്ങനെ ആർക്കും ഒന്നോ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പണ്ട് നമ്മൾ എപ്പോഴും ഒരുമിച്ചിലായിരുന്നു ബെഞ്ചെല്ലാം വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ഒരുമിച്ചിലിരിക്കുമായിരുന്നു. ഈ വർഷം നമുക്ക് എപ്പോഴും ഇൻഡിവിജ്വൽ ഒരു ബെഞ്ചുണ്ട്. പിന്നെ നമ്മളുടെ നെയിം കൊടുത്തിലെഴുതിയിട്ട് അതുകൊണ്ട് നമുക്ക് ആ ബെഞ്ച് മാറ്റാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലം അത് മാറ്റാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ഇരിക്കണം. പേരൻസിലില്ല, ക്ലാസ്സിലെ സ്കൂളിലൊന്നും കേട്ടില്ല. പിന്നെ അടുക്കത്തെ ടീച്ചർമാർ എപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം അവർക്ക് പോസിറ്റീവാണോ. പിന്നെ അടുക്കത്തെ ഒരു കൊച്ച് അല്ലെങ്കിൽ ടീച്ചർമാർ പോസിറ്റീവ് ആണെങ്കിൽ ഫുൾ ക്ലാസ് എല്ലാ ക്വാറന്റൈനിൽ പോകണം. പിന്നെ എല്ലാവരും സ്ക്രീനിങ് ടെസ്റ്റ് എല്ലാം ചെയ്യണം. നമ്മുടെ ക്ലാസ്സിൽ നല്ല കാര്യത്തിന് വന്നിട്ടില്ല ഈ പ്രശ്നം. പിന്നെ നമ്മൾ 2-3 പ്രാവശ്യം സ്ക്രീൻ ചെയ്തപ്പം നമ്മൾ എപ്പോഴും നെഗറ്റീവ് ആയിരുന്നു, ആരും പോസിറ്റീവ് അല്ലായിരുന്നു. അതുകൊണ്ട് കെട്ടിപ്പിടിക്കാൻ, ഫുഡ് ഷെയർ ചെയ്യാൻ, ഓർമ്മിച്ചിൽ കളിക്കാൻ, ഇങ്ങനെ കായെല്ലാം കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെയൊക്കെ എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഈ കാര്യമായിരുന്നു എന്ന് വെച്ചാൽ എപ്പോഴും സ്കൂളിൽ പോകാൻ. ആ സന്തോഷം എനിക്ക് എപ്പോഴും മിസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ കോവിഡ് റെസ്ട്രിക്ഷൻ കൊടുത്തില്ലായിരുന്നെങ്കിലും ഞാൻ എപ്പോഴും സ്കൂളിൽ പോകാൻ എപ്പോഴും ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വർഷം ഒരു ദിവസം പോലെ അസെൻസ് അല്ലെങ്കിൽ ലീവ് എടുത്തിട്ടില്ല. എപ്പോഴും എല്ലാ ദിവസവും സ്കൂളിൽ പോയി അങ്ങനെയൊക്കെ പോയി. ഇപ്പോൾ ഞാൻ ഇച്ചിരി സങ്കടമായിട്ടിരിക്കുകയെന്ന് വെച്ചാൽ വെക്കേഷൻ ഉണ്ട്, ടീച്ചർമാർ ഇപ്പോൾ കാണുന്നില്ല. ഞാൻ ഒത്തിരി അറ്റാച്ച്മെൻറ്റ് അല്ലായിരുന്നോ ഈ ടീച്ചർമാരെ കൊണ്ട്. ഒരു ചെറിയ സന്തോഷമുണ്ട്. പക്ഷെ നമ്മളുടെ സമ്മർ വെക്കേഷൻ കൊടുത്തില്ല. എൻ്റെ അമ്മ നമ്മളിപ്പം ബീച്ചിൽ പോവാണ്, പൂള് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് കൊടുത്ത് കറങ്ങി നടക്കാൻ. അതുകൊണ്ട് ഇങ്ങനെ പല സന്തോഷങ്ങളുണ്ട്, ഇങ്ങനെ കുഞ്ഞു സന്തോഷങ്ങൾ. പിന്നെ ഞാനിപ്പോൾ സെക്കൻഡറി അല്ലെങ്കിൽ മീഡിയം സ്കൂളിൽ പോവാണ്. അതിനുള്ള ഫെലിസിറ്റി ഉണ്ട്. അറിയത്തില്ല ഫെലിസിറ്റി ആണോ അല്ലെങ്കിൽ അതിനുള്ള സന്തോഷമാണോ അല്ലെങ്കിൽ എനിക്ക് കരം പോകാനും ഒന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ബീച്ചിൽ പോയി നടക്കുക.